തൃക്കേട്ട. സംഭാഷണ ചതുരരായ തൃക്കേട്ട നക്ഷത്രക്കാർ ശുദ്ധഗതിക്കാരും മനോചാഞ്ചല്യമുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത്. പ്രശ്നങ്ങളെ നേരിടാനുള്ള തൻ്റെ ഇടമോ കഴിവോ ഇവർക്കുണ്ടാകാറില്ല. ആരെയും ദ്രോഹിക്കുവാനോ ചതി, വഞ്ചന എന്നിവയ്ക്ക് കൂട്ടുനിൽക്കുവാനോ ഇവർ തയ്യാറാവില്ല. ഈ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം പേരുടെയും പല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. ക്ഷിപ്രകോപികളായിരിക്കും. നയപരമായ സമീപനം ഇവരിൽ ഉണ്ടാകാറില്ല. സ്വന്തക്കാരെക്കൊണ്ടും ബന്ധുക്കളെക്കൊണ്ടും പ്രയോജനമൊന്നും ലഭിക്കാറില്ല. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറേണ്ടി വരുന്നു. കർമ്മരംഗത്ത് കർത്തവ്യനിരതരായി കാണപ്പെടുന്നു. ഭാര്യപുത്രാദികളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേക താൽപ്പര്യം കാണിക്കും. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപകാരസ്മരണ കുറവായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്തിക ജീവിതം ദുരിതപൂർണമായിരിക്കും. അപവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. നല്ല പെരുമാറ്റത്താൽ ഏവരിലും ഇഷ്ടം ജനിപ്പിക്കുന്ന ഇവർ സുന്ദരികളും കലാപ്രാഗൽഭ്യം ഉള്ളവരുമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രനാണ്. ഗണം ആസുരം, യോനി പുരുഷൻ, മൃഗം കേഴ, ഭൂതം വായു, പക്ഷി കോഴി, വൃക്ഷം വെട്ടി. ദശാനാഥൻ ബുധനാണ്. തുടർന്ന് കേതുദശ 7, ശുക്രദശ 20, ആദിത്യദശ 6, ചന്ദ്രദശ 10, കുജദശ 7, രാഹുദശ 18, വ്യാഴദശ 16, ശനിദശ 19 എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും. തൃക്കേട്ട നക്ഷത്രക്കാർ പൂരാടം, തിരുവോണം, ചതയം, മകയിരം അവസാന 3 പാദങ്ങൾ, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കണം. തൃക്കേട്ട നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ഇവയാണ്: ഔഷധസേവ, സാഹസിക കർമ്മങ്ങൾ, ശത്രുവധം, ആഭിചാരകർമ്മങ്ങൾ, ശില്പകർമ്മങ്ങൾ. എണ്ണ മുതലായവ കാച്ചുന്നതിനും കൊള്ളാം. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ: കാർത്തിക, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, മൂലം, അവിട്ടം, അന്ത്യപകുതി, ചതയം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ബുധനാകയാൽ മരതകം ധരിക്കാവുന്നതാണ്. 2026 വർഷത്തെ ഫലങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. പ്രവർത്തന മേഖലയിൽ ഉന്നതി. ചിന്താശക്തി പല ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും. യാത്രാവേളകളിൽ വഞ്ചിതനാകാൻ സാധ്യത കാണുന്നു. വാഹനങ്ങൾക്ക് വേണ്ടി അനാവശ്യ ചെലവുകൾ വന്നു ചേരും. സുഖഭോഗങ്ങൾക്കായി ധനം ചെലവഴിക്കും. വലിയ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. സൗഹൃദങ്ങൾ പല നല്ല കാര്യങ്ങൾക്കും ഗുണകരമാകും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രാരംഭ കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വരവിനേക്കാൾ ചെലവ് അധികരിക്കും. എന്തിനും ഏതിലും സംശയദൃഷ്ടിയോടെ ഇടപെടും. തർക്കവിഷയങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് നല്ലത്. പേരുദോഷം കേൾക്കാൻ സാധ്യതയുണ്ട്. നേത്രരോഗം അലട്ടും. കുടുംബത്തിലെ സ്വത്തുതർക്കം രമ്യമായി പരിഹരിക്കുവാൻ ശ്രമിക്കും. പരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ. ആഗ്രഹിച്ച രീതിയിൽ ജോലിയിൽ സ്ഥലം മാറ്റം ലഭിക്കും. പ്രണയകാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും. കുടുംബസുഖം വർദ്ധിക്കും. ലോണുകളും മറ്റും പാസ്സായി കിട്ടാൻ കാലതാമസം നേരിടും. ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും. സ്ഥിരോത്സാഹം ഗുണം ചെയ്യും. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ വർദ്ധിക്കും. ധനവിനിയോഗത്തിൽ ശ്രദ്ധിക്കും. രോഗങ്ങൾ വല്ലാതെ ശല്യം ചെയ്യും. സഹപ്രവർത്തകരുമായി രമ്യതയിൽ വർത്തിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം. ഭൂമി വാങ്ങാൻ സാധിക്കും. മാസാവസാനത്തോടെ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാകും. പരിഹാരം: പതിവായി ശിവനെ ഭജിക്കുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. സാഹിത്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച. ചില കാര്യങ്ങളിൽ ക്രമാതീതമായ ആശങ്ക മനസ്സിൽ ഉടലെടുക്കും. വാഹനം മാറ്റി വാങ്ങാൻ സാധ്യത. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാകും. വ്യവഹാരങ്ങളിൽ അനുകൂല നേട്ടങ്ങൾ കൈവരിക്കും. കർമ്മമേഖലയിൽ ഉയർച്ച. മനസമാധാനം വർദ്ധിക്കും. സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്ക് സാധ്യത. അർഹമായ പണം ലഭിക്കുവാൻ കാലതാമസം നേരിടും. ആശുപത്രി വാസത്തിന് സാധ്യത. തസ്കര ശല്യം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും. പൊതുവെ മനോബലം അനുഭവപ്പെടും. പരിഹാരം: ദേവീഭജനം ഉത്തമം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ.
ഹിതമല്ലാത്തതാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് സഹകരിക്കേണ്ടി വരും. രോഗം നിയന്ത്രണ വിധേയമാക്കുന്നതിനു വേണ്ടി ചികിത്സാരീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. പൊതുജനമധ്യത്തിൽ തന്നെ തൻ്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭം ബോധപൂർവം ഒഴിവാക്കണം. പല കാര്യത്തിലും ഉത്സാഹമില്ലായ്മ പ്രകടമാക്കും. പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കും. പരദൂഷണം കൊണ്ടുള്ള മനോവിഷമം അനുഭവിക്കും. മാനസിക ആകുലത, ആധി എന്നിവ വർദ്ധിക്കും. സുഹൃത്തുക്കൾ മൂലം നേട്ടത്തിന് സാധ്യത. ബന്ധുക്കളുമായി പുനഃസമാഗമം സാധ്യമാകും. പരിഹാരം: ഗണപതി ഹോമം നടത്തുക.